ഇല്ലാത്ത സാധനത്തിന് എവിടുന്ന ഈ മതം ഉണ്ടാകുന്നത്? പ്രേമവും പൊന്നാനിയും തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തെ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. നമ്മളല്ലാതെ പ്രേമത്തെ ചോദ്യം ചെയ്യുന്നില്ല. പ്രേമത്തിന്റെ സർവകലാശാലയാണോ പൊന്നാനി? അവിടെ നിന്നാണോ ഇതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്? അവിടെ നിന്നാണോ ഇത് വിലക്കി ചേർക്കുന്നത്? അപ്പൊ നമ്മളാരും പ്രേമത്തെ അല്ല എതിർക്കുന്നത്. പ്രേമം ഉദാത്തമായ വികാരമാണെങ്കിൽ ആയിക്കോട്ടെ, നടന്നോട്ടെ, നമുക്ക് ആർക്കും ആക്ഷേപമില്ല. സ്വന്തം രക്ഷിതാക്കളെ പോലും വിസ്മരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ഒരു വിഭാഗം തയ്യാറാകുമ്പോൾ മറ്റൊരു വിഭാഗം സ്വന്തം മതത്തിന് വേണ്ടി വാശി പിടിക്കുന്നുവെങ്കിൽ അവിടെ പ്രേമത്തിനപ്പുറം മറ്റു ചിലതുണ്ട് എന്ന് തിരിച്ചറിയാൻ അന്നം തിന്നുന്ന ബുദ്ധി മതി, അധിക ബുദ്ധിയൊന്നും വേണ്ട. ഒരു വിഭാഗം രക്ഷിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് സ്വന്തം മതമാണ് വലുത്. ആദ്യം മതമാറ്റ കേന്ദ്രത്തിലാണ് എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഹേബിയസ് കോർപ്പസ് ഹർജി വരുമ്പോഴാണ് പലപ്പോഴും തിടുക്കം പിടിച്ച് ഒരു വിവാഹ കരാർ ഉണ്ടാക്കുന്ന, ഒരു വിവാഹം ഉണ്ടാക്കുന്നത് കൊണ്ടുപോകുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസാവും. എന്തിനു പോയി എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചുകൊണ്ട് പോയി എന്നാൽ അത് രണ്ടാമത്തെ സ്ഥാനമാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഇതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള മതം മാറ്റം എന്തിന് പ്രേമത്തിന്റെ പേരിൽ നടക്കുന്നു എന്നുള്ളത്. ഒരുമ്പട്ട് പോകുന്ന പെണ്ണുങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തള്ളാൻ കഴിയുമോ? പെൺകുട്ടികളുടെ കുറ്റമല്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വസ്തുത സത്യസന്ധമല്ലെന്നും അങ്ങനെ ഒന്നുമില്ല എന്നും കേരളത്തിന്റെ ആദരണീയനായ DGP കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ഒരു വസ്തുതയാണ്. മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരുന്നുവെന്നും ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമമായിരുന്നു അതിന്റെ പിന്നിലെന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ സുതരാം വ്യക്തമായ ഒരു വസ്തുത എടുത്ത് ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും പ്രേമിച്ച മതം മാറ്റാൻ നടക്കുകയാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുക. മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ ഒരു അമുസ്ലിം സഹോദരിയെ ഇഷ്ടപ്പെടുകയും അവർ പ്രേമിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. ഇല്ല എന്ന് പറയാൻ ഞങ്ങളാണല്ല. പക്ഷെ അതൊരു മതപ്രബോധന തന്ത്രമായി, ആസൂത്രിതമായ ഒരു തന്ത്രമായി മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരിക്കുമെന്ന ആരോപണം നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്.